നാട് ജനങ്ങൾക്ക് ജീവിക്കാനുള്ളതാണ്, ജനങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ളതാണ്. നാട്ടിലിറങ്ങുന്ന എല്ലാ വന്യജീവികളെയും നാട്ടുകാർ പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേസൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഇവിടെ നാട്ടിൽ ജനങ്ങൾക്ക് ജീവിച്ചേ മതിയാവും. ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ജോലി എന്താണ്? അവിടെ തന്നെ ആന മരിച്ചെന്നു, ആന ചത്ത്. ആന എന്തോ ചരിയുന്നേ? ആന ചരിഞ്ഞു പോലും. ആന ചത്ത്, പട്ടി ചത്തെന്ന് പറയുന്നോട് ആന ചത്ത്. അപ്പുറത്ത് ആനയ്ക്ക് എന്തോ പ്രത്യേകത? പട്ടി നമ്മുടെ നാട്ടിൽ പിള്ളേർ റോഡിലൂടെ നടക്കാൻ കഴിയത്തില്ല. പിള്ളേരെ പട്ടിയെ പേടിച്ച് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ കഴിയില്ല, അംഗനവാടി വിടാൻ കഴിയില്ല. ആന വീട്ടിൽ നിൽക്കാന്നേ, നേരം വിളിച്ച് കഥ തുറന്ന് നോക്കുമ്പോൾ വീട്ടിൽ ആന നിൽക്കുക. എന്താ പറയുക? അവിടെ പമ്പാവാലിയിൽ നേരം വെളുത്തപ്പോ ഒരാൾ വീട്ടിലെ മുറ്റത്തോട് ഇറങ്ങിയ ആളിനെയാണ് ഭാര്യയുടെ മുന്നേ വെച്ചാണ് ആന. എന്തേ? അതിന് വികാരമില്ലേ? ആ ഭാര്യയ്ക്ക് വികാരമില്ലേ? അവരുടെ ബന്ധുക്കാർക്ക് വികാരമില്ലേ? നമ്മുടെ രാജ്യത്ത് നിലവിലിരിക്കുന്ന നിയമം അനുസരിച്ച് വന്യജീവികൾക്കുള്ള സംരക്ഷണമാണ്. 1972 വനം വന്യജീവി ആക്ട് വന്നത്. അതിനുശേഷം ഭേദഗതി ചെയ്തത് മനുഷ്യർക്ക് അനുകൂലമായിട്ടല്ല. അത് കുറെ കൂടി കാഠിന്യമായ നിയമങ്ങളാണ് ഭേദഗതി ചെയ്തത് കോൺഗ്രസ് BJP. ഇത് ഭേദഗതി ചെയ്തേ മതിയാവൂ. ലോകത്ത് ഇത്രയും അപരിഷ്കൃതമായ ഒരു രാജ്യം നമ്മുടേതുപോലെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഒരു പ്രശ്നം? ലോകത്ത് മറ്റു രാജ്യങ്ങളിലെല്ലാം തന്നെ വന്യമൃഗങ്ങളെ സംബന്ധിച്ച് അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അവർ കണക്കെടുക്കും. ആ കണക്കെടുത്തിട്ട് ഓരോ വർഷവും അതിൽ കൂടുതൽ അവർക്കൊരു ആ വനത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന വന്യമൃഗങ്ങളെ മാത്രമേ ആ വനത്തിൽ താമസിക്കാൻ, ആ വനത്തിൽ ജീവിക്കാൻ കഴിയുള്ളൂ. ബാക്കിയുള്ളതിനെ ഗവൺമെന്റ് തന്നെയാണ് വെടിവെച്ചു വിടുന്നത്. എന്താ ഇവിടെ വനത്തിൽ ഈ മൃഗങ്ങൾ പെറ്റുപെരുകയല്ലേ? അവർ നാട്ടിലിറങ്ങുന്നു. അത്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് ഈ പെറ്റുപെരുകുന്ന ആനയെയും കടുവയെയും പുലിയെയും അതുപോലെ കുരങ്ങ്. മനുഷ്യന് ജീവിക്കാൻ കഴിയുമോ? മുഴുവൻ കഴിഞ്ഞ ദിവസം പറയുന്നൊരു വീട്ടിലെ മുഴുവൻ തുണിയും, പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൃഷ്ണനാണ് സ്ത്രീകളുടെ തുണിയെല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്. ഇപ്പൊ എന്താ? കുരങ്ങ് വന്ന് അലക്കിയിട്ട് നനച്ചിട്ടിരുന്ന മുഴുവൻ തുണി എടുത്തു. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുരങ്ങ് തുണി പറക്കിക്കൊണ്ട് പോകുക. തുണി മുഴുവൻ നനച്ചിട്ടേക്കുന്ന തുണി മുഴുവൻ, അപ്സ്റ്റെയറിട്ടേക്കുന്ന തുണി മുഴുവൻ എടുത്തോണ്ട് പോകുന്നു, വലിച്ചോണ്ട് പോകുന്നു. തെങ്ങേ കയറി തേങ്ങ, നാളികേരമെല്ലാം കരിക്കുമെല്ലാം വലിച്ചു കളയുക. വരുക മയിലാണെങ്കിൽ അതിനെക്കാട്ടി പറഞ്ഞോ ഒന്നും കൃഷി ചെയ്യാൻ കഴിയത്തില്ല. മുറ്റത്തൊന്നും കൃഷി ചെയ്യാൻ കഴിയത്തില്ല. പയറും വെണ്ടയും അതെല്ലാം കുത്തി എല്ലാം നശിപ്പിക്കുകയാണ്. എന്ത് വേണം? നാട്ടുകാരെ മനുഷ്യരെങ്ങനെ ജീവിക്കണം? മയിലിന്റെ പ്രശ്നം കൃഷി ചെയ്യാൻ സമ്മതിക്കത്തില്ല. കുരങ്ങാണെങ്കിൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ആന നാട്ടിലിറങ്ങി വാഴയല്ല. നിങ്ങൾ കാണണം, നിങ്ങൾ പോയില്ലേ ആ കുളത്തോണ്ട പ്രദേശത്ത് കൃഷി ചെയ്ത കൃഷിക്കാരന്റെ വേദന? അവൻ കുഞ്ഞുങ്ങളെ പോറ്റുന്ന പോലല്ലേ കൃഷിക്കാരൻ കുഞ്ഞുങ്ങളെ പോറ്റുന്ന പോലെയാണ് കൃഷി നടത്തുന്നത്. അവൻ രാവിലെ പോയി വാഴ വളരുന്നോ എന്ന് നോക്കുന്നു. അങ്ങനെ അവന്റെ കൃഷിയെല്ലാം വളരുന്നോ എന്ന് അവൻ എത്ര വാത്സല്യത്തോടാണ് കൃഷിയെ കാണുന്നത്. അതല്ല ഒരു ദിവസം ആന ഇറങ്ങി നശിപ്പിച്ച് കളയുക, പന്നികളെല്ലാം നശിപ്പിച്ച് കളയുക. മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുമോ? വീട്ടിന്റെ മുറ്റത്ത് കഥ തുറന്ന മുറ്റത്ത് ആന നിൽക്കുക. എന്തൊരവസ്ഥയാണ് ഈ നാട്!